പ്രിയ, നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ബലൂചിസ്ഥാനിൽ നിന്ന് ഇന്ത്യക്ക് അനുകൂലമായ നിലപാട് വരുന്നു. അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയെ അനുകൂലിക്കുന്നു. ഒപ്പം തന്നെ അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ നയതന്ത്ര തലത്തിലും ഇടപെടൽ നടത്തുന്നു. അവിടെ പുതിയ ഡാമുകൾ നിർമ്മിക്കുന്ന അടക്കമുള്ള വലിയ പദ്ധതികളിലേക്ക് ഇന്ത്യ കടക്കുകയും ചെയ്യുന്നു. എന്താണ് ഈ പുതിയൊരു കാലഘട്ടത്തിൽ അതെന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതായത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന നദികളുണ്ട്. അവിടെ ഇന്ത്യ ഡാമുകൾ പണിയാൻ പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാമല്ലോ, സിന്ധു നദീജല കരാർ, ആ കരാറ് ഇന്ത്യ റദ്ദാക്കിയതോടുകൂടി തന്നെ പാകിസ്ഥാൻ വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. ഏതാണ്ട് കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ, ഇപ്പോൾ തന്നെ ജലത്തിൻ്റെ ഒഴുക്ക് നിലച്ചിട്ടുണ്ട്, എങ്കിലും പൂർണ്ണമായിട്ടും അതില്ലാതാവാനായിട്ട് വളരെ കുറച്ച് നാളുകളെ എടുക്കുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ പാകിസ്ഥാന് ഈ ജലദൗർലഭ്യത്തിൻ്റെ അങ്ങേയറ്റത്തെ പിടിയിലേക്ക് പോകും. അത് സിന്ധ് മേഖലയിലും പഞ്ചാബ് മേഖലയിലും രൂക്ഷമായി ബാധിക്കും. എന്നാൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒഴുകി വരുന്ന വിവിധ നദികളുണ്ട്. ആ നദികളിൽ പ്രധാനപ്പെട്ട ചില നദികളിലാണ് ഇന്ത്യ ഡാമുകൾ പണിയുന്നത്. 9 ഡാമുകൾ പണിയാനാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാനുമായിട്ട് ധാരണയായിട്ടുള്ളത്. അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രിയുമായിട്ട് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഒരു ചർച്ച നടത്തി. ഫോൺ ടോക്കലാണ് നടന്നത്, ഫോണിൽ കൂടെയുള്ള സംസാരമാണ് നടന്നത്. ആ സംസാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് വന്നത്. അവർ നമ്മളടുത്ത് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട്, അവർക്ക് വിസകൾ കൂടുതൽ അനുവദിക്കണമെന്നും അവർക്ക് എയ്ഡുകൾ നൽകണമെന്നും അവർക്ക് സാമ്പത്തിക സഹായങ്ങൾ നൽകണമെന്നും. അപ്പോൾ ഇന്ത്യ ഒരുപാട് സാമ്പത്തിക സഹായങ്ങളൊക്കെ നൽകുന്നുണ്ട്. ഇന്ത്യ പല രാജ്യങ്ങളിലേക്കും ഇന്ത്യയിൽ നിന്ന് ട്രെയിനുകളൊക്കെ കയറ്റി അയക്കുന്നുണ്ട്. നമ്മുടെ വന്ദേ ഭാരത് അതുപോലുള്ള അല്ലെങ്കിൽ ഇന്ത്യ ഉപയോഗിച്ച പഴയ ട്രെയിനുകളൊക്കെ തന്നെ പല രാജ്യങ്ങളും, ആഫ്രിക്കൻ രാജ്യങ്ങളാണ് കൂടുതലായിട്ട് വാങ്ങിക്കുന്നത്. ഇനി അഫ്ഗാനിസ്ഥാനും അത്തരം ചില താല്പര്യങ്ങൾ ഇന്ത്യയെടുത്ത് അറിയിച്ചിട്ടുണ്ട്, റെയിൽവേ വികസനവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ തന്നെ. അപ്പോൾ ഇതൊക്കെ ഇന്ത്യയുടെ പരിഗണനയിലുണ്ട്. അപ്പോൾ ഇന്ത്യ മിക്കവാറും ഇത്തരം കാര്യങ്ങളെല്ലാം പരിഗണിക്കുക, അവരെ സഹായിക്കുകയും ചെയ്യും. അവർക്ക് പാർലമെൻറ്റ് മന്ദിരമൊക്കെ ഇന്ത്യ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ അഫ്ഗാനിസ്ഥാന് വേണ്ടിയിട്ട് പല നിലപാടുകളും എടുക്കുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണം എന്നാൽ അഫ്ഗാനിസ്ഥാൻ താലിബാൻ ഗവൺമെൻറ് ലീഡ് ചെയ്യുകയാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനെ. അപ്പോൾ അവർ ആ ഭീകരവാദത്തിൻ്റെ പാതയൊക്കെ വിട്ടിട്ട് ഒരു ഗവൺമെൻറ് ഫോമിലേക്ക് മാറുമ്പോൾ നമ്മൾ അതിനെ പിന്തുണയ്ക്കുമ്പോൾ അവിടുത്തെ ഭീകരവാദ പ്രവർത്തനത്തിന് ഇല്ലെങ്കിൽ ഒരു സായുധമായിട്ടുള്ള അക്രമ പ്രവർത്തനങ്ങൾക്കെല്ലാം ഒരു പരിധിവരെ അറുതി വരും. ഇതുപോലെ തന്നെ ഒരു മതമൗലികവാദ സംഘടനയായിട്ടുള്ള താലിബാൻ മുമ്പ് ഒരു ഭീകര പ്രവർത്തനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കണ്ടിട്ടുള്ളത്. അതിൽ നിന്ന് ഇവർക്ക് കുറേ മാറ്റങ്ങൾ വരികയാണ്. ഒരു രാജ്യമാകുമ്പോഴത്തേക്കും അതിന് കുറേ ചിട്ടവട്ടങ്ങൾ വരും, അതിനൊരു ഒതുക്കം വരും. അവർ UN അംഗമാകും. UN അംഗമാകുമ്പോഴത്തേക്കും ലോകരാഷ്ട്രങ്ങളുടെ നിലപാടുകളെ മാനിക്കേണ്ടി വരും, മറ്റ് പ്രശ്നങ്ങളെ അവർക്ക് അഡ്രസ്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ പതിയെ മോഡേണൈസ് ചെയ്ത് അവിടുത്തെ പ്രശ്നങ്ങൾ, അവിടുത്തെ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ, അവിടുത്തെ പുരോഗമനത്തിൻ്റെ കാര്യങ്ങൾ, മതത്തിൽ നിന്ന് വേർപെട്ട മനുഷ്യൻ പുരോഗമിക്കേണ്ട വസ്തുത, ഇതെല്ലാം പതിയെ അവർക്ക് ബോധ്യമാകും. അങ്ങനെ ബോധ്യമാകുന്നതോടുകൂടി പതിയെയാണെങ്കിലും കുറച്ച് കാലം എടുക്കും, ചിലപ്പോൾ ഒരു 50 വർഷം എടുത്തേക്കും. ആ സമയം കൊണ്ടായാലും അഫ്ഗാനിസ്ഥാൻ ഒരു പുതിയ സാധാരണ സ്വതന്ത്ര ഒരു ജനാധിപത്യ രീതിയിലേക്കൊക്കെ മാറി വരും. പക്ഷേ ലോകത്ത് അഫ്ഗാനിസ്ഥാനെ കുറിച്ചുള്ളൊരു പൊതുചിത്രം വ്യത്യസ്തമാണ്. വളരെ മതപരമായ ചട്ടക്കൂടുകൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു ഭരണകൂടം. ഒരു പക്ഷേ ഇന്ത്യയുമായിട്ടുള്ള സഹകരണം ആ ഒരു ധാരണ മാറ്റിയെഴുതാൻ ഒരു പരിധിവരെ സഹായിക്കുമെന്ന് തോന്നുന്നു. അതെ, തീർച്ചയായും. പ്രേമൻ പറഞ്ഞതുപോലെ ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യക്ക് ഒരു നയതന്ത്ര പ്രതിനിധി, ഇപ്പോൾ ശരിക്കുമുള്ള നയതന്ത്ര പ്രതിനിധി അല്ല ഉള്ളത്, ഒരു വിദ്യാർത്ഥിയായിട്ടുള്ള ഗവേഷക വിദ്യാർത്ഥിയായിട്ടുള്ള ഒരാളെ നമ്മൾ അവരുമായിട്ടുള്ള ഒരു ചാനലായിട്ട് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടാതെ ഇപ്പോൾ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻസും വന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ അഫ്ഗാനിസ്ഥാന് ഒരു പുരോഗമനത്തിൻ്റെ പശ്ചാത്തലം ഇന്ത്യയുമായി കൈകോർക്കുമ്പോൾ വരും. ഈ പറഞ്ഞതുപോലെ ഇന്ത്യ സഹകരിക്കുന്ന രാജ്യം എന്ന് പറയുമ്പോൾ അത് അതിനൊരു വിലയുണ്ടാകും. പാകിസ്ഥാനെ പോലെ ഇപ്പോൾ പാകിസ്ഥാൻ സഹകരിച്ചു എന്ന് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. പാകിസ്ഥാൻ ഭീകര രാഷ്ട്രമാണ്, അത് ഭീകരത മാത്രമേ പ്രൊമോട്ട് ചെയ്യുള്ളൂ. അങ്ങനെ പറഞ്ഞിട്ട് അതിലത് യാതൊരു അർത്ഥവുമില്ല. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ നല്ല ബന്ധമാണെന്ന് പറഞ്ഞത്. പക്ഷേ ഇവിടെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ തമ്മിൽ നല്ല ബന്ധമല്ല. കാരണം ഈ പറയുന്ന അഫ്ഗാനിസ്ഥാൻ മേഖലയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് നിരന്തരമായി അവർക്ക് ആക്രമണം നടത്തേണ്ടി വരുന്നു. കാരണം അഫ്ഗാനിസ്ഥാനിലേക്ക് പാകിസ്ഥാൻ നിരന്തരമായി ഭീകരവാദികളെ അയക്കുന്നു. അതിനെ ചെറുത്തു നിൽക്കാനായിട്ട് അഫ്ഗാനിസ്ഥാന് അവരുടെ സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇവരെ പ്രതിരോധിക്കേണ്ടി വരുന്നു. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ മാറി ഒരു ഭരണകൂടത്തിൻ്റെ രീതിയിൽ പോകുമ്പോൾ അവിടെ ISIS, ഈ പറയുന്ന ലഷ്കർ-ഇ-തോയിബ, ഈ ജെയ്ഷെ മുഹമ്മദ്, പാക് താലിബാൻ തുടങ്ങിയ സംഘടനകൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. അവർ ഈ പറയുന്ന ഭീകര പ്രവർത്തനങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നവരാണ്. അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോമായിട്ട് അഫ്ഗാനിസ്ഥാനെ മാറ്റാമെന്ന് വിചാരിക്കുമ്പോൾ അഫ്ഗാനിസ്ഥാൻ തീരെ താല്പര്യമില്ല. അവിടുത്തെ ജനങ്ങളെന്ന് പറഞ്ഞാൽ വളരെ സാധുക്കളായ മനുഷ്യരാണ്. പാകിസ്ഥാനിലെ പോലെ അല്ല അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങൾ. അവർ ഏതാണ്ട് ഒരു 80 വർഷമായിട്ട് സ്വാതന്ത്ര്യം എന്തെന്ന് അറിഞ്ഞിട്ടില്ല, നല്ല ഭരണം എന്തെന്ന് അറിഞ്ഞിട്ടില്ല, ഒന്നും അറിയാത്ത ജനങ്ങൾ. അവിടെ ശരാശരി ആയുസ് 40 വയസ്സാണ്. അവിടെ അംഗവൈകല്യമുള്ള ആൾക്കാരുടെ എണ്ണം 3
എനിക്ക് തോന്നുന്നു 10-6 പേര് അംഗവൈകല്യമുള്ളവരാണ്. എങ്ങനെയെന്ന് പറഞ്ഞാൽ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട്, ആക്രമണങ്ങളുടെ ഭാഗമായിട്ടാണ് 10-6 പേരൊക്കെ ഒരു രാജ്യത്ത് അംഗവൈകല്യമുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കൂ. അപ്പോൾ അത്രയും ദയനീയമായിട്ടുള്ള അവസ്ഥയിൽ കൂടെയാണ് അഫ്ഗാനിസ്ഥാൻ കടന്നു പോകുന്നത്. അപ്പോൾ ഇന്ത്യ ഒരു കൈ സഹായം അവർക്ക് നൽകുമ്പോൾ അവർക്ക് പുരോഗമനത്തിലേക്ക് വരാൻ കഴിയും. എന്നാൽ പാകിസ്ഥാനാണ് അവിടെ ചെല്ലുന്നതെങ്കിൽ പാകിസ്ഥാൻ അവരെ വീണ്ടും അക്രമത്തിൻ്റെ പാതയിലേക്കും ഭീകരവാദത്തിലേക്കും കൊണ്ടുപോകും. അതിനെ ചെറുക്കാനുള്ള ഏറ്റവും നല്ല വഴി ഇന്ത്യ ഇടപെടുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഇന്ത്യ ഈ പറയുന്ന വികസന പദ്ധതികളിലെല്ലാം ഒപ്പം നിൽക്കുന്നത്. ഒപ്പം പാകിസ്ഥാനെ നിലയ്ക്ക് നിർത്താനും പാഠം പഠിപ്പിക്കാനുമുള്ള ചില മെത്തേഡുകളും ഇന്ത്യ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന നദികളിലെല്ലാം തന്നെ ഡാമുകൾ പണിയാണ്. 3 വർഷം കൊണ്ട് ഈ ഡാമിൻ്റെ പണി പൂർത്തിയാക്കും എന്നുള്ളതാണ് ഇന്ത്യ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന കരാർ. 236 മില്യൺ ഡോളറാണ് ഈ പറയുന്ന മില്യൺ ഡോളറാണ് ഇന്ത്യ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ 9 നദികളിലാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന 9 നദികളിലാണ് ഇന്ത്യ ഈ അണക്കെട്ടുകൾ പണിയുന്നത്. കാബൂൾ റിവർ, ഗോമൽ റിവർ, കുർറാം റിവർ, അത് ചിത്രാൽ റിവർ എന്നറിയപ്പെടുന്ന ഇത്തരത്തിലുള്ള നദികൾ, പ്രധാനപ്പെട്ട നദികളിലും അതിൻ്റെ കൈവഴികളിലുമായി 9 ഡാമുകൾ പണിയുന്നുണ്ട്. ഇതോടുകൂടി പാകിസ്ഥാനിലേക്കുള്ള നീരൊഴുക്ക് ഏതാണ്ട് പൂർണ്ണമായിട്ടും ഇല്ലാതാകും. അങ്ങനെ വരുമ്പോൾ പാകിസ്ഥാന് ഈ പറഞ്ഞ ഒരു കൃഷി ചെയ്യാൻ കഴിയില്ല. ഓൾറെഡി തകർന്നിരിക്കുന്ന സാമ്പത്തികാവസ്ഥയിൽ ഏറ്റവും പിന്നോക്കം പൊയ്ക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ ഒരു വലിയ എനർജി ക്രൈസിലേക്ക് കൂടി പോകും. കാരണം ഡാമുകളിൽ വെള്ളമില്ലാതാകും, ജലവൈദ്യുത പദ്ധതികൾ പ്രവർത്തിക്കില്ല, കൃഷിക്ക് വെള്ളമുണ്ടാകില്ല. അങ്ങനെ വരുമ്പോൾ വലിയ പ്രക്ഷോഭങ്ങൾ പാകിസ്ഥാനകത്തുണ്ടാകും. പാകിസ്ഥാൻ്റെ ഗവൺമെൻറ്റിന് ഭീകരവാദത്തിൽ ശ്രദ്ധിക്കാൻ കഴിയില്ല. അവിടുത്തെ ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റുകൾ ഒതുക്കി തീർക്കാൻ മാത്രമേ കഴിയുള്ളൂ. അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ ബലൂചിസ്ഥാനിലേക്ക് നിരന്തരമായി ഇടപെടുന്നുണ്ട്. ബലൂചിസ്ഥാനെ സ്വതന്ത്രമാക്കുക എന്നുള്ളത് അഫ്ഗാനിസ്ഥാൻ്റെ ഒരു ലക്ഷ്യവും കൂടിയാണ്. അങ്ങനെ വരികയാണെങ്കിൽ ബലൂചിസ്ഥാനും സിന്ധും സ്വതന്ത്രമായാൽ ഇന്ത്യക്ക് സിന്ധ് ബലൂചിസ്ഥാൻ വഴി അഫ്ഗാനിസ്ഥാനിലേക്കും അവിടെ നിന്ന് സെൻട്രൽ ഏഷ്യയിലേക്കും ഒരു ആക്സസ് കിട്ടും. നിലവിലുള്ളത് നമ്മുടെ POK വഴിയുള്ള ഒരു ആക്സസ്സാണ്. പക്ഷേ അതിപ്പോൾ POKയിലായതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കടക്കാൻ കഴിയില്ല. ഒരു റോഡ് മാർഗം നമുക്കൊരു വലിയ പദ്ധതികളൊക്കെ സെൻട്രൽ ഏഷ്യയിലെ രാജ്യങ്ങളിൽ നിന്ന് ബന്ധപ്പെട്ട് നടത്താനൊക്കെ കഴിഞ്ഞേക്കും. ഇപ്പോൾ ബലൂചും സിന്ധുവൊക്കെ സ്വതന്ത്രമായി കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, പണ്ട് ഇന്ത്യ, പാകിസ്ഥാൻ, ഇറാൻ പൈപ്പ് ലൈൻ പദ്ധതി, അതായത് ഗ്യാസ് പൈപ്പ് ലൈൻ, ഈ പറയുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു പദ്ധതിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ അഫ്ഗാനിസ്ഥാനും ബലൂചിസ്ഥാനും സിന്ധു സ്വതന്ത്രമാകുന്നതോടെ അഫ്ഗാനിസ്ഥാനായിട്ട് നല്ല ബന്ധമാണെങ്കിൽ നമുക്ക് ഇറാനിൽ നിന്ന് ഇത് കൊണ്ടുവരാൻ കഴിയും. അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിൽ പല പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും. അവിടുത്തെ ധാതുക്കൾ ഇന്ത്യക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇങ്ങനെ വലിയ രീതിയിലുള്ള ഒരു പദ്ധതിക്കാണ് ഇന്ത്യ ഈ ബന്ധം കുറിക്കുന്നതോടുകൂടി, ബന്ധത്തിന് തുടക്കം കുറിക്കുന്നതോടുകൂടി സംഭവിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഡാം കെട്ടുക എന്നുള്ളത്. നമ്മൾ സിന്ധു നദീജല കരാർ റദ്ദാക്കിയപ്പോൾ പാകിസ്ഥാനോട് പറഞ്ഞ ഒരു കാര്യമാണ്, നിങ്ങൾക്ക് വെള്ളം തരാം, പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, ഭീകരരെ വിട്ടയക്കണം, ഭീകരരെ ഇന്ത്യക്ക് കൈമാറണം. എന്തുകൊണ്ടാണ് ഭീകരരെ ഇന്ത്യക്ക് വിട്ടു നൽകാത്തത്? അവരുടെ എല്ലാ രഹസ്യങ്ങളും അറിയുന്ന ആൾക്കാരാണ് ഈ ഭീകരർ എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെയുള്ള കൊടും ഭീകരർ അവരുടെ കയ്യിലുണ്ട്. മുംബൈ ആക്രമണം അടക്കം നടത്തിയ ഭീകരർ, ആ ഭീകരരെ ഇന്ത്യക്ക് കൈമാറാത്തത് കൊണ്ടാണ് ഇന്ത്യ വെള്ളം നൽകാത്തത്. അതിലൊരു ധാരണയായാൽ, അതായത് ഈ ഭീകരരെ ഇന്ത്യക്ക് കൈമാറാമെന്ന് പാകിസ്ഥാൻ സമ്മതിച്ചാൽ നമ്മൾ അവർക്ക് വെള്ളം വിട്ടു നൽകും. അതുകൊണ്ടാണ് മോദി പറഞ്ഞത് വെള്ളവും രക്തവും ഒരുമിച്ചൊഴുകില്ല എന്ന്. ഇപ്പോൾ വെള്ളവും രക്തവും സിന്ധിൽ മാത്രമല്ല അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാനിലേക്കും ഒഴുകില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ പാകിസ്ഥാൻ ലഭിക്കുന്നത്. ഇതോടുകൂടി പാകിസ്ഥാൻ വലിയ ട്രാപ്പിലേക്ക് വിടാനാണ് പോകുന്നത്. ഇപ്പോൾ ഈ പാകിസ്ഥാന് അനുകൂലമായി ചൈന നിലപാടെടുക്കുന്നു. ഒരു പരിധിവരെ ബംഗ്ലാദേശ് ഇത് കണ്ടില്ല എന്ന മട്ടിൽ നിൽക്കുന്നു. ആ ഒരു ഘട്ടത്തിൽ അഫ്ഗാനിസ്ഥാൻ്റെ ഈ ഒരു കടന്നുവരവ് എത്രത്തോളം നിർണായകമാണ്? അതായത് നമുക്ക് ഏറ്റവും വലിയ പ്രതീക്ഷയുള്ള 2 രാജ്യങ്ങളായിരുന്നു, ഒന്ന് ബംഗ്ലാദേശ്, ഒന്ന് അഫ്ഗാനിസ്ഥാൻ. പക്ഷേ ബംഗ്ലാദേശ് അവരുടെ നിലപാടൊക്കെ മാറ്റി ചൈനയ്ക്കൊപ്പം നിൽക്കാനൊക്കെ അവരിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ അഫ്ഗാനിസ്ഥാൻ ചൈനയുടെ കയ്യിൽ പോയി കഴിഞ്ഞാൽ ചൈന എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് അതേ രീതിയിൽ മാത്രമേ അഫ്ഗാനിസ്ഥാനെ ഉപയോഗിക്കുകയുള്ളൂ. പക്ഷേ ഇന്ത്യയുടെ കയ്യിലാണ് വരുന്നതെങ്കിൽ അവർ ഭീകരവാദത്തിൽ നിന്ന് മോചിപ്പിക്കും, സ്വതന്ത്രമായിട്ട് നിൽക്കാൻ ഒരു നല്ല രാജ്യമായിട്ട് മാറാൻ കഴിയും. പക്ഷേ അഫ്ഗാനിസ്ഥാൻ ചൈനയുടെ കയ്യിലാണ് കിട്ടുന്നതെങ്കിൽ ചൈന ഉറപ്പായിട്ടും അവരെ തീവ്രവാദത്തിന് ഉപയോഗിക്കും, ഇന്ത്യക്കും അമേരിക്കയ്ക്കും അടക്കമെതിരെ പ്രവർത്തിക്കാനായിട്ട് നിർബന്ധിക്കും. അത്തരം കാര്യങ്ങളിലേക്ക് കിടക്കും. അതൊരിക്കലും മേഖലയുടെ സമാധാനത്തിന്, ശാശ്വതമായ സമാധാനത്തിന് ഒരിക്കലും അത് ഗുണം ചെയ്യില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യ വളരെയധികം ജാഗ്രതയോടുകൂടിയാണ് ഈ വിഷയത്തിൽ ഇടപെടുന്നത്. കൃത്യമായ അഫ്ഗാനിസ്ഥാൻ നയതന്ത്ര ബന്ധം ഇന്ത്യക്ക് ഗുണപ്പെടും. പാകിസ്ഥാനിലെ ഭീകരവാദത്തിനെ അമർച്ച ചെയ്യാൻ സഹായിക്കും. ബലൂചിസ്ഥാനെ സ്വതന്ത്രമാക്കാൻ കഴിയും. അങ്ങനെ ഈ മേഖലയിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രം ഉണ്ടാക്കുന്ന ഒരു ത്രെട്ടിന് അവസാനം കുറിക്കാനും കഴിയും. നല്ലൊരു അയൽക്കാരുണ്ടാകുകയാണെങ്കിൽ സന്തോഷമുള്ള കാര്യമാണ്. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.
ബെൽബട്ടനും അമർത്തുക.